ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് ഇവിടെ മാറുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ വളരെ സ്നേഹത്തോടും വിശ്വാസത്തോടും ആരാധനയോടും ഒക്കെ നോക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നടന്നിരുന്ന ആൾക്കാർ നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവർക്ക് തോന്നി തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും തന്നെ നിങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുന്നുണ്ടാവാം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ നിങ്ങൾ അടച്ചു വെച്ച് നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് കൂടി അതൊന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളും സ്നേഹവും ദയയും കാരുണ്യവും ഒക്കെ അർഹിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമുക്ക് മറ്റുള്ളവർ അത് തിരിച്ചു തരികയുമില്ല. അത് സ്നേഹമാണെങ്കിലും മറ്റെന്താണെങ്കിലും. മാത്രമല്ല നമ്മളും നമുക്കൊന്നും കൊടുക്കൂല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ വെറുതെ വിഷമിച്ചിരിക്കാതെ മറ്റുള്ളവരെന്നെ നോക്കുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾ സ്വയം നിങ്ങളെ നോക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്ര തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഐഡിയ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ആവാം. അപ്പോൾ അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. എല്ലാവരും ചിലപ്പോൾ കുറ്റം പറയുമായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ ആ ഒരു ഒറ്റപ്പെടുത്തലും ആ ഒരു ഒഴിവാക്കലും ഒക്കെ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ ആരും കൂട്ടിനില്ലാതെ നിങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ദൈവം കരുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒറ്റപ്പെടുത്തൽ നമുക്ക് തരുന്നത് എന്ന്. ദൈവമായിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരിൽ നിന്നും അവരുടെ ആ ഒരു എനർജിയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഒറ്റപ്പെടുത്തൽ നമുക്ക് തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ എനർജി ലെവലുമായിട്ട് ഒത്തുചേരാത്ത ആൾക്കാരെ ദൈവം തന്നെ ഒന്ന് മാറ്റിവിടും. അതിൽ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണെങ്കിൽ എപ്പോഴാണെങ്കിലും മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ
ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള ഒരു കാര്യത്തിൽ നിന്ന് കൂടുതൽ ഒരു പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഏറ്റവും നല്ല സൗഹൃദങ്ങളെ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. ഏറ്റവും വിഷമകരമായ അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൂട്ടായിട്ട് ഒരു സൗഹൃദം വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും വളരെ സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ ഈ ഒരു സമയം തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരോടും വൈരാഗ്യമൊന്നും തോന്നില്ല. നിങ്ങളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളോട് പോലും ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെ കാണാതെ നിങ്ങളെല്ലാവരോടും ഒന്ന് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങളുടെ അടുത്തിരിക്കാൻ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു എനർജി കൂടിയാണ്. നിങ്ങളെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് പലരും ഈ സമയം നിങ്ങളോട് പറയുമായിരിക്കാം. നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പലരും നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ സ്നേഹത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹം പ്രസരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നമ്മൾ എന്താണോ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരും. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയെ സ്നേഹമാണുള്ളത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരുടെ സ്നേഹം നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് പല വ്യക്തികളും ചിലപ്പോൾ വരുമായിരിക്കാം. ശരിക്കും ഫാമിലിയോടോ ഫ്രണ്ട്സിനോടും ഒക്കെ നിങ്ങൾക്ക് വളരെ സ്നേഹവും സൗഹൃദവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. ശരിക്കും സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്കിവിടെ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് സെൽഫ് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മളെ വേണ്ടവിധം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് സ്വയം ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം, എനിക്ക് പ്രാധാന്യം കിട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇനഫാണെന്നൊരു തോന്നൽ വേണം. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന ഒരു തോന്നൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങുക. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ചില തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് പവർ ഈ സമയം ഇവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലറാണ്. അപ്പോൾ ആ ഒരു ഹീലിംഗ് പവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നത് നിങ്ങൾ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നു എന്നാണ്. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർ ഒരു അസുഖത്തിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അസുഖം വന്ന് ചിലപ്പോൾ കിടപ്പിലായി പോയ ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സമയം അതിൽ നിന്ന് നിങ്ങളൊന്ന് എണീക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അസുഖം ഇവിടെ ഭേദമാകുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ വലിയ ഇഷ്യൂസ് വന്ന് വലിയ ചതി വന്ന് കുറേയധികം പൈസയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു കാര്യം എൻഡായി നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ പുറത്തേക്കുള്ള ആ വാതിലുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ആ വാതിലിന് പുറത്ത്
ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അകത്തു മാത്രം ഇരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ തന്നെ ഹോൾഡ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവം പല ചലഞ്ചസും ഏറ്റെടുക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ എനിക്കിതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് നിങ്ങളിവിടെ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തി ഇല്ലാതെ ഒരിക്കലും പറ്റൂല, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും വളരെ റിസ്ക് എടുത്ത് പുറത്തിറങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവാം. പക്ഷേ വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ നിങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ടെങ്കിൽ ഈ സമയം ചിലപ്പോൾ ചില ആൾക്കാർ എന്ത് വന്നാലും വേണ്ടൂല, എനിക്കിനി ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ച് നിങ്ങളതിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം ആ ഒരു കാര്യം ചെയ്യുക എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്ലാനിങ് ആണ്. അതിന് ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളൊരു പ്ലാനിങ് നടത്തുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ശരിക്കും പ്ലാൻ നല്ലതായാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യം സക്സസ് ആവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുവെന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാവാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ചാടിക്കേറി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ ഒരു സമയം വളരെ കൂർമ്മ ബുദ്ധിയോടെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഓഫീസിലെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം. നിങ്ങളൊരു കാര്യം ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ അനുകൂലമായൊരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏഞ്ചൽസ് ആയിരിക്കാം. അപ്പോൾ അവർ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇവിടെ വളരെ പ്രതീക്ഷയിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് സ്ട്രഗിൾസിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ വളരെ പ്രതീക്ഷയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇവിടെ ഇരിക്കാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയും സന്തോഷവും ഒക്കെ കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും വളരെ ബിസി ആയിരിക്കും എന്നാണ് ഈ ഒരു സമയം നിങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ആരിൽ നിന്നോ ഒരു സഹായം ലഭിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ആരോ ഒരു ആള് ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട്. അത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഡിവൈനിൽ നിന്നുമാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ആർക്കെങ്കിലും സഹായം ചെയ്തു കൊടുത്തത് അവർ തിരിച്ചു നൽകുന്നതുമാവാം. നിങ്ങൾ ആർക്കെങ്കിലും പണം നൽകി സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ആ ഒരു സഹായം തിരിച്ചു വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജോലി കിട്ടുന്നതാവാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം മറ്റാരിൽ നിന്നോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പൈസ ആയിട്ടാകാം നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സായിട്ടായിരിക്കാം,
അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ആകാം. അപ്പോൾ അത്തരത്തിലുള്ള ഗിഫ്റ്റ് ഈ ഒരു സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമെന്നാണ് കാണുന്നത്. കുറേ ആൾക്കാർക്കും അങ്ങനെ കിട്ടുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു സമയം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. ഇതിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊന്നും മറ്റുള്ളവർ അതൊന്നും അംഗീകരിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യം മറ്റുള്ളവർ അംഗീകരിക്കുകയും നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു ഫലം അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതുപോലെ നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ചില ആളുകൾ നിങ്ങളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ കൈപ്പറ്റുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കൊരു ഈ ഒരു സമയം ഒരു പ്രണയത്തിൻ്റെ ഓഫർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ ഒരുപാട് എക്സൈറ്റഡ് ആക്കുന്ന ഒരു ഓഫർ ഈ സമയം വന്നേക്കാം. ചില ആൾക്കാർക്ക് നിങ്ങളുടെ തന്നെ ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്ത് നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2 കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുറച്ച് ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നതും മറ്റൊന്ന് നിങ്ങളെ കുറച്ച് സന്തോഷിപ്പിക്കുന്നതുമാണ്. അപ്പോൾ വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലുള്ളത് കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എത്ര സമാധാനിക്കാൻ ശ്രമിച്ചാലും മറുവശത്ത് നിങ്ങളെ പിടിച്ചുലയ്ക്കുന്ന എന്തോ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അതിനൊരു ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ഇവിടെ പ്രാണായാമമൊക്കെ പരിശീലിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പരിശീലിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള 2 സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ഇവിടെ മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പ്രാർത്ഥനകളിലൂടെ അതിനുള്ള ആ ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടും. അപ്പോൾ പ്രാർത്ഥനകളിലൂടെ നമുക്ക് കിട്ടുന്നത് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ആ ഒരു പവറും നമുക്ക് ജീവിതത്തിലൊരു സ്ട്രെങ്തുമൊക്കെയാണ് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് ഇത്. ഒരു കർമ്മഫലം എന്ന് പറയുന്നത് പോലെ അത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കുവാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ പൂർവിക സ്വത്തുമായൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വിധിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും ഫാമിലി കോർട്ടിലോ മറ്റോ എന്തെങ്കിലും ഇഷ്യൂസ് സംബന്ധമായി കേസ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി വരാനുള്ള സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ആ ഒരു ഫലം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. പിന്നെ എംപററിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രൗഡ് മൂമെൻറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു സിംഹാസനം ഒരുക്കി അതിലിരിക്കാൻ ഈ ഒരു സമയം സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് ഒന്ന് കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ വളരെയധികം ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് പോലത്തെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നാൽ എനിക്കത് പറ്റൂല, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ എങ്ങനെ ഈ ആളുകളെ ഹാൻഡിൽ ചെയ്യും,
എന്നൊക്കെ വിചാരിച്ച് മാറി നിന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത്തരത്തിലൊരു ചാർജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലൊരു കടമ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക എന്നാണ്. കാരണം അതും ഒരു പരീക്ഷണമാണ്. എങ്ങനെയാണ് ആളുകളെ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിവൈനായിട്ട് നൽകുന്ന ഒരു ചാൻസാണ്. ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ ഒരു സെയിം സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരും. ചിലപ്പോൾ ഇതിൽ സ്ട്രഗിൾസ് വരാം. ആ ഒരു സ്ട്രഗിൾസിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ആ ഒരു സെയിം കാര്യം പിന്നെയും നമ്മളെ തേടി വരും. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്. ആ ഒരു കാര്യം പഠിക്കാതിരുന്നാൽ സെയിമായിട്ട് വേറൊരു കാര്യം നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചലഞ്ചസ് സ്വീകരിക്കാൻ ശ്രമിക്കുക. എല്ലാമല്ല, ചില കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ധൈര്യത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചില ആളുകൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ കാര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ ഇവിടെ തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ വിജയിച്ചിട്ടില്ല. നമുക്ക് ഒരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഈ ഒരു സമയം നിങ്ങളിൽ ചിലർ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആണെന്നുള്ളതാണ്. നിങ്ങൾ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയൊക്കെ നിങ്ങൾ ഇവിടെ മറികടക്കേണ്ടി വരും, ആരൊക്കെ നിങ്ങളെ എതിർക്കും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് പോലും നിങ്ങളിവിടെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ ഇവിടെ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനത്തെ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വിജയിക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ പവർ എന്താണ് എന്ന് നിങ്ങൾ ഇവിടെ തിരിച്ചറിയുന്നുണ്ട്. ഇതിൽ ഒരു ലയൺ ഉണ്ട്. ആ ഒരു സിംഹത്തെ മെരുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത്രയും ശക്തിയുണ്ട് എന്നാണ്. ഒരു സിംഹത്തെ, അതായത് കാട്ടിലെ രാജാവിനെ മെരുക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു പവറാണ്. നിങ്ങളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കുന്നില്ല. ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച, നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു കാര്യങ്ങളൊക്കെയും ഇപ്പോൾ ഇവിടെ മറക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ അറിയുന്നതിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു ധൈര്യത്തെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.